ഞങ്ങളന്ന് പോയപ്പോ എന്ത് മഴയായിരുന്നു അറിയും. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാരും നിരഞ്ഞെന്ന് വിളിക്കുമായിരുന്നു. അയ്യോ, ഇത്ര കറക്റ്റ് ആയിട്ട് പറയാ. നീ അപ്പൊ പോയി? അന്ന് ഞാനും എന്റെ പിള്ളേരും എല്ലാരും കൂടെ അന്ന് പോയില്ലേ. എന്നിട്ട് നീ അത് പറഞ്ഞില്ലല്ലോ. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരാള് പോയിരിക്കണ്, ഇപ്പൊ ഞാൻ പോയതാ ഇവിടുത്തെ. അയ്യോ പ്രഭാകരൻ ചേട്ടൻ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ റെഡിയാവേ, ഞാനും വേഗം റെഡിയാവാം. ഇവിടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഞാനും റെഡിയാവും, ഞാനിവിടെ വരാം. ഞാനും കൂടെ വരാം. அப்படின்னா நானும் வரேன். എല്ലാരോടും ഞാനും വരാം. ചേച്ചി പോരെ? എന്നാ പറ്റി ടെമ്പോ ട്രാവലർ ഇടാ, എല്ലാവർക്കും കൂടെ കയറി പോവാ അങ്ങോട്ട്. പോവാം. തിരിച്ചു വരുന്ന വയ്ക്കുന്ന കുട്ടാലത്ത് പറയണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എല്ലാരും പോയി വേഗം റെഡി ആയിക്കേ. എവിടെ പോണ്? ആരും പോവല്ലേ, അങ്ങോട്ടൊന്നും പോണ്ട. എന്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങണ്ടേ, അവിടെ ബോഡി എടുക്കുമ്പോ അവിടെ എത്തണ്ടേ. ബോഡിയൊക്കെ 3 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞെന്ന്. പ്രഭാകരൻ സാറ് മരിച്ചിട്ട് 3 വർഷമായി. ഞാൻ ഇന്ന് രാവിലെ ഫോൺ നോക്കിയപ്പോ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയണത് 3-ാം ചരമവാർഷികത്തിന്റെ പോസ്റ്റ്. ആരും എന്നെ അറിയിച്ചില്ലടാ, ഒരു വാക്കുപോലും പറഞ്ഞില്ല. സഹിക്കോളാ പ്രഭാകരൻ സാറേ, പോരേട്ടാ, എന്നോട് പോറക്കണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ അയ്യോ. മരിച്ചിട്ട് 3 വർഷമായിരുന്നല്ലേ. എന്നിട്ട് കുഴപ്പമുള്ള അച്ഛൻ ഇപ്പോഴാണ് അറിയണത്. നല്ലൊരു ട്രിപ്പ് മിസ്സായി. പിന്നെ അകത്ത് മുഴുവൻ തപ്പിയാ കാണുമോ? ഇതെന്തൊരു ഇരുത്തായി മനുഷ്യൻ. ഒരു വക കഴിച്ചിട്ടുമില്ല. എന്താ നേരത്തെ ഞാൻ നോക്കുമ്പം അകത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്, ഇപ്പൊ അതേ നോക്കുമ്പോ ഇവിടെ ഇരിക്കുന്നു. ഈ മരിച്ചുപോയ പുള്ളിയും അച്ഛനും തമ്മിൽ അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു. അച്ഛൻ ആരോട് ആത്മബന്ധം ഇല്ലാത്ത? എല്ലാരോടും ആത്മബന്ധമല്ലേ, വഴിയൂടെ പോകുന്ന ആൾക്കാരോട് ഒരു ആത്മബന്ധമാണ്. ഇങ്ങനെ ഇരുന്ന എങ്ങനെ ശരിയാവും? ഒരു വക കഴിച്ചിട്ടുമില്ല. ഇതേ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. അതന്നെ ഞാനും പറഞ്ഞോണ്ടിരുന്നേ. അത് ഞാനെന്നാ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. എടാ ഒന്നും കഴിച്ചിട്ടില്ലടാ, മരുന്നും കഴിച്ചിട്ടില്ല. അതാണോ മീമറത്തോടെ ഇരിക്കണേ? അല്ലേ ഓടാ, വാ ചോദിക്കാം. ചേട്ടാ, ഇതെന്തോ ഇരിപ്പാ ഇരിക്കുന്നേ, വല്ല കഴിക്കണ്ടേ? അച്ഛൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, മരുന്നും കഴിച്ചിട്ടില്ല. അച്ഛൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ? ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നമാവാനാണ് മോളെ? നിങ്ങൾക്കറിയോ, 3 ഒരുമിച്ചിരുന്ന ആൾക്കാരാണ് ഞങ്ങള്.